ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സഭാവത്സരത്തിലെ വളരെ അനുഗ്രഹീതമായ കാലയളവിലേക്ക്, നോയമ്പ് കാലത്തേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ആണ്ടുവട്ടത്തിൽ ധാരാളം നൊയമ്പുകൾ സഭ നമ്മുടെ മുൻപിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 3 നൊയമ്പ്, 8 നൊയമ്പ്, 13 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ്. ഇതിൽ സഭ നിർബന്ധമായി വിശ്വാസികൾ പാലിക്കണമെന്നും ആചരിക്കണമെന്നും ആഗ്രഹിക്കുന്നത് 3 നൊയമ്പുകളാണ്. 3 നൊയമ്പും 25 നൊയമ്പും 50 നൊയമ്പും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 50 നൊയമ്പാണ്. നൊയമ്പ് കാലം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും രക്ഷണീയമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വിശ്വാസിയെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന നല്ല സന്ദർഭമാണ്. അത് അനുതാപത്തിൻ്റെ സമയമാണ്. പാപമോചനം പ്രാപിക്കുവാനുള്ള സമയമാണ്. അതിലെല്ലാം ഉപരി മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാനുള്ള സമയമാണ്. സഭ നമുക്ക് ഈ കാലയളവിൽ നൽകിയിരിക്കുന്ന എല്ലാ ചിന്തകളും അനുതാപ ചിന്തകളാണ്. എത്രമാത്രം ദൈവത്തോട് അടുക്കാം, എത്രമാത്രം ദൈവത്തെ കൂടുതൽ അറിയാം, എത്രമാത്രം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാം, എത്രമാത്രം ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാം, എത്രമാത്രം കൂടുതൽ വിശ്വസ്തനായ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാം. ഇതാണ് ഈ കാലയളവിൽ സഭ നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത്. നൊയമ്പ് കാലത്തെ 1-ാമത്തെ ഞായറാഴ്ച, കൊത്തിനെ ഞായർ, എല്ലാവർക്കും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ്റെ ഭാഷ്യത്തിൽ യേശു തമ്പുരാൻ ആദ്യം കാണിച്ച സ്വർഗത്തിൻ്റെ അടയാളം, കനായിലെ കല്യാണ വിരുന്ന്. ഒരുപക്ഷെ ചിന്തിച്ചേക്കും, ഈ നൊയമ്പ് കാലത്ത് അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ചിന്തിക്കുവാനായി എന്തുകൊണ്ടാണ് ഒരു കല്യാണ വിരുന്ന് നമ്മുടെ ചിന്തയ്ക്ക് നൽകിയത്? ഈ കല്യാണ വിരുന്നിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിലൊന്നാമത്തെ പ്രത്യേകത, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ സാന്നിധ്യം, അത് വ്യക്തിജീവിതത്തിലായാലും ഒരു ഭവനത്തിലായാലും ഒരു സമൂഹത്തിലായാലും ഒരു ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. അമ്മയുള്ളിടത്ത് ദൈവത്തിൻ്റെ പുത്രനുണ്ട്. പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ പുത്രനുമുള്ളിടത്ത് പിതാവായ ദൈവമുണ്ട്. അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഭവനം അമ്മയുമായി വളരെ ബന്ധപ്പെട്ടൊരു ഭവനമാണ്. അവിടുത്തെ വ്യക്തികൾ അമ്മയുമായി അത്രമാത്രം അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി അമ്മ ആ ഭവനത്തിൽ കടന്നു ചെല്ലുവാൻ, ക്ഷണിക്കപ്പെടാതെ പോലും ആ ഭവനത്തിലായിരിക്കുവാൻ, അവിടെ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് നടത്തുവാൻ, അവരെ സഹായിക്കുവാൻ സന്നദ്ധയായ അമ്മയുടെ സാന്നിധ്യം. പ്രിയ സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് യേശുവിനെ ഏറ്റവും നന്നായി അറിഞ്ഞത്. അമ്മയാണ് യേശുവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്, സ്നേഹിച്ചത്, ആരാധിച്ചത്. അമ്മ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത് യേശുവിന് വേണ്ടിയാണ്. സ്വർഗം പോലും ചാഞ്ഞിറങ്ങി വന്ന് ഈ അമ്മയുടെ അനുവാദം വാങ്ങിച്ചു ഈ പുത്രൻ്റെ അമ്മയാകുവാൻ. അപ്പോൾ യേശുവിനെ അറിയാനും സ്നേഹിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനും നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ അമ്മയാണ്. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ കൃപയും അനുഗ്രഹവുമാണ്. കത്തിജ്വലിക്കുന്നൊരു അമ്മയാണ്, കത്തിജ്വലിക്കുന്നൊരു വ്യക്തിയാണ് അമ്മ. അമ്മയുടെ സാന്നിധ്യം നമ്മെ ജ്വലിപ്പിക്കും, പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയ്ക്കും, പരിശുദ്ധ വരദാനങ്ങൾ നമുക്ക് നൽകപ്പെടും. രണ്ടാമത്, ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന പാഠം, യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.
വിളിച്ചു വരുത്തിയ രണ്ട് വ്യക്തികളാണ് ശിഷ്യന്മാരും യേശുവും. അവർ ക്ഷണിക്കപ്പെട്ടവരാണ്. ഈ നൊയിമ്പ് കാലത്ത് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നിരന്തരമായി ദൈവത്തെ വിളിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം, ഇടതടവില്ലാതെ വിളിക്കുവാനുള്ള ഉത്തരവാദിത്തം, വിശ്വാസത്തോടെ വിളിക്കുവാനുള്ള ഉത്തരവാദിത്തം, കണ്ണുനീരോടെ വിളിക്കുവാനുള്ള ഉത്തരവാദിത്തം. അതെ, വിനയാന്വിതരായി ചുങ്കക്കാരനെ പോലെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അനുദപിച്ച് വിളിക്കുവാനുള്ള സമയം. യേശു നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടണം. ഞാൻ വന്ന് വാതിൽ മുട്ടും, ആരെനിക്ക് വാതിൽ തുറന്നു തരുന്നുവോ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, ഞാൻ അവനോടടുത്ത് ഭക്ഷണത്തിന് ഇരിക്കും എന്നാണ് വാഗ്ദാനം. അപ്പോൾ ഈ നൊയിമ്പ് കാലം നിരന്തരമായ പ്രാർത്ഥനയുടെ സമയമാണ്. യേശു ബന്ധത്തിനുള്ള സമയമാണ്. യേശു ഐക്യത്തിനുള്ള സമയമാണ്. തായ്തൊണ്ടിനോട് ഒട്ടിച്ചേരുന്ന ഒരു ശാഖയെക്കുറിച്ച് പറയും, അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നൊയിമ്പ് കാലം ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനുള്ള സമയമാണ്. മൂന്നാമതായിട്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ അന്തസത്ത. ഈ ഭവനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് വരികയാണ്. വിവാഹത്തിന് ഏറ്റവും ആവശ്യമായ വീഞ്ഞ് തീർന്നുപോയി. ഇത് മനസ്സിലാക്കിയ അമ്മ തൻ്റെ പുത്രൻ്റെ അടുക്കൽ പോയി ആവശ്യപ്പെടുകയാണ്, യാചിക്കുകയാണ്, മോനെ അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം നമുക്കിവിടെ കാണാൻ സാധിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാളെ പോലും ഉപേക്ഷിക്കാത്ത ഒരാളാണ് പരിശുദ്ധ ദൈവമാതാവ്. ദൈവമാതാവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ചെന്നാൽ നമുക്ക് വേണ്ടി അമ്മ പുത്രൻ തമ്പുരാൻ്റെ അടുക്കൽ നിരന്തരമായി മധ്യസ്ഥം വഹിക്കും. ഓർത്തു, അമ്മ ചോദിച്ചാൽ പുത്രൻ തമ്പുരാൻ ഒന്നും നിഷേധിക്കുകയില്ല. ലൂർദിലെ ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം, അത്ഭുതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരമ്മയും ഒരു കുഞ്ഞും. അവൻ തളർവാദ രോഗിയാണ്. ആ അമ്മ അവനെ വളരെ കരുതലോടെ വളർത്തി. യേശുവിൻ്റെ സ്നേഹം അവന് പറഞ്ഞു കൊടുത്തു. യേശുവിൻ്റെ അമ്മയുടെ കരുതൽ അവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇരിക്കെ അമ്മ അവനോട് പറഞ്ഞു, നമുക്ക് ലൂർദിൽ പോകാം, നീ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ നിനക്ക് തരും. അമ്മ വഴി നീ പുത്രനോട് പറഞ്ഞാൽ മാത്രം മതി. അമ്മ ചോദിച്ചാൽ പുത്രൻ ഒന്നും നിഷേധിക്കില്ല. ഈ അമ്മയും കുഞ്ഞും ലൂർദിലെത്തി. അതിപ്രസിദ്ധമായ വിശുദ്ധ കുർബാന ആരാധന എഴുന്നള്ളിപ്പ്. ഇവൻ അലറിക്കരഞ്ഞ് വിളിച്ചു യേശുവിനോട്. അവൻ്റെ നേരെ ആശീർവാദം നൽകിയപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് സൗഖ്യം തരണമേ. ഒന്നും സംഭവിച്ചില്ല. വൈദികൻ തൻ്റെ സന്നിധാനത്തിൽ നിന്നും മാറുന്നു മനസ്സിലാക്കിയപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറയും. ആ വൈദികൻ തിരിച്ചു വന്ന് വീണ്ടും അവനെ ആശീർവദിച്ചു. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റു. അവൻ പൂർണ്ണ സുഖമുള്ളവനായി. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. തൻ്റെ അമ്മ ആവശ്യപ്പെടുന്നത് എന്തും തൻ്റെ പുത്രനെ അവൻ നൽകും. സമയമായിട്ടില്ല ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ, ഒരടയാളം കാണിക്കുവാൻ. എന്നിട്ടും കർത്താവ് അമ്മയോട് പറയുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. എന്നിട്ടും പരിശുദ്ധ കന്യകമാതാവ് അവർ നിന്നിരുന്നവരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ഈ നൊയിമ്പ് കാലത്ത് ഇതൊരു കൽപ്പനയാണ്. നൊയിമ്പ് കാലത്ത് സഭ നമ്മോട് എന്ത് പറയുന്നു അതുപോലെ ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഒരുപക്ഷെ പറയുന്ന കാര്യം നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കത്തില്ല, നമ്മുടെ ശരീരത്തെ വിഷമിപ്പിക്കുന്നതായിരിക്കാം. എന്നാലും സഭയുടെ ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ, കൽപ്പനകളെ പാലിക്കുവാനായിട്ട് നാം തയ്യാറാകണം. എന്താണ് യേശു പറഞ്ഞത്? അവിടെ 7 കൽഭരണികൾ ഉണ്ടായിരുന്നു. അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ പച്ചവെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഏത് ബുദ്ധിക്ക് നിരക്കും? ആര് പ്രവർത്തിക്കും? നിറച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു. ബുദ്ധിയുള്ളവരാരും അതുകൊണ്ടുപോയി വിളമ്പത്തില്ല, തല്ലുകിട്ടുന്ന പരിപാടിയാ. എങ്കിലും ഈ വെള്ളം കോരിയവര് അതുകൊണ്ടുപോയി വിളമ്പുവാൻ തയ്യാറാകുന്നു. ആ വെള്ളം അതിശ്രേഷ്ഠമായ വീഞ്ഞായി രൂപാന്തരപ്പെട്ടു. നിറമില്ലാത്ത വെള്ളം, മണമില്ലാത്ത വെള്ളം, രുചിയില്ലാത്ത വെള്ളം, മണവും നിറവും രുചിയും വീര്യവുമുള്ള വീഞ്ഞായിട്ട് രൂപാന്തരപ്പെട്ടു. ഈ നൊയിമ്പ് കാലത്ത് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനത്തിലൂടെ സഭ പറയുന്നതനുസരിച്ചാൽ ഞാനും നിങ്ങൾ ഈ പച്ചവെള്ളം പോലെ വീര്യമുള്ള വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടും. വീര്യമുള്ള ക്രിസ്ത്യാനികളായിട്ട് രൂപാന്തരപ്പെടും. മാനസാന്തര അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരും. പുതിയ സൃഷ്ടിയായി തീരുവാൻ
എനിക്ക് നിങ്ങൾക്കും സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ സ്വമേധയ പാപിയാണ്. എല്ലാവരും പാപികളാണ്. പക്ഷേ ഒരു മാനസാന്തരം എനിക്ക് ആവശ്യമാണ്. മാനസാന്തരം എനിക്ക് ആവശ്യമാണെങ്കിൽ അവൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അവൻ്റെ വചനം അനുസരിക്കണം. യോഹന്നാൻ പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കട്ടെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം പാലിക്കുക, ഇതാണ് മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാനുള്ള ഏറ്റവും നല്ല മാർഗം. പച്ചവെള്ളം വീഞ്ഞായതുപോലെ എനിക്ക് രൂപാന്തരീകരണം വേണമേ എന്നാഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. 50 ദിവസത്തെ നൊയമ്പ് കഴിയുമ്പോൾ സഭ നിർദ്ദേശിക്കുന്നത് പോലെ നൊയമ്പ് നോക്കുക. കൃത്യമായിട്ടുള്ള യാമങ്ങളിലൂടെ പ്രാർത്ഥന നടത്തുക. ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിൽ പോകുക. ഒരു നല്ല കുമ്പസാരം നടത്തി യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും കൃത്യമായി ഭക്തിയോടെ ഭക്ഷിക്കുക. ഉപവാസവും പ്രാർത്ഥനയും അതുവഴി മാത്രമേ സാത്താൻ നമ്മെ വിട്ടുപോകത്തുള്ളൂ. സഭ നൽകുന്ന ഉപവാസാദികളിലും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളിലും പരിത്യാഗ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ നൊയമ്പ് കാലം ഭക്തിയോടുകൂടി ആചരിച്ച് കർത്താവിൻ്റെ പീഡാനുഭവത്തിലും അതിലൊരു കർത്താവിൻ്റെ ഉയർപ്പിലും പങ്കുപറ്റാനുള്ള സൗഭാഗ്യം എനിക്ക് നിങ്ങൾക്കും ലഭിക്കട്ടെ. ഇവിടെ എല്ലാ കൃപയും തന്ന് ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയായ പരിശുദ്ധ ദൈവമാതാവും എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.